മോളെ ഇവിടെ എത്തിക്കാൻ ഒരു 10 മിനിറ്റ് കൂടി താമസിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ കാത്തിരിപ്പിന് ഒരു ഫലവും ഉണ്ടാവില്ലായിരുന്നു. അത്രയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു ആ കുട്ടി. റിക്കവറായി തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ പേരൻസ് അപൂർവമായി ഒന്ന് തുറന്ന് സംസാരിക്കണം. എന്താണ് മോളുടെ റിയൽ പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കേ. എന്നിട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കൂ. ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലെ എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ എപ്പോഴും ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ, അങ്ങനെ ചെയ്തോളാം. ഓക്കെ, അപ്പോൾ MD കാണുന്ന കാര്യം മറക്കണ്ട. ഞാനും വിളിച്ചു പറയാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടർ എന്താ പറഞ്ഞത്? പോലീസ് കേസ് ഒഴിവാക്കാൻ MDയെ കണ്ട് റിക്വസ്റ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞതാ. അപ്പൂന്റെ കാര്യത്തിൽ പേടിക്കാനൊന്നും ഇല്ലല്ലോ അല്ലേ? ഇവിടുത്തെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല. പക്ഷേ ഇനി അങ്ങോട്ടല്ല ഗീത, അവളുടെ കാര്യത്തിൽ ശരിക്കും നമ്മൾ പേടിക്കണ്ടേ. അങ്കിൾ, അപ്പനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ ഇപ്പോൾ വന്നിട്ട് പോയതേ ഉള്ളൂ മാളു. എന്നിട്ട് അപ്പു കണ്ണു തുറന്നു മോളെ. ഇനി പേടിക്കാനൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ആന്റി, നമുക്ക് അവളൊന്ന് കാണാൻ പറ്റുമോ? പുറത്തു നിന്നെങ്കിലും. ഇല്ല മോളെ, അതിന് സമയമായിട്ടില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. മോള് സങ്കടപ്പെടണ്ട. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അപ്പുവിനെ കാണാമല്ലോ. മുരളിന്ന് വരൂ. എന്താ VP? മുരളി, വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ഹോസ്പിറ്റൽ കോറിഡോറിൽ വെച്ചാ ഞാനും താനും ഗീതയും അശ്വതിയും ഒക്കെ തമ്മിൽ പരിചയപ്പെടുന്നു. അന്ന് മുതൽ കുറച്ചു നാൾ മുമ്പ് വരെ നമ്മൾ നല്ല സുഹൃത്തുക്കളായി, അല്ലെങ്കിൽ നല്ല സഹോദരങ്ങളായി ഒരേ മനസ്സോടെ ജീവിച്ചു. നമ്മളായി തുടങ്ങി വെച്ച സൗഹൃദം നമ്മുടെ മക്കളിലൂടെ തുടർന്നപ്പോൾ അവരെക്കാളേറെ സന്തോഷിച്ചത് നമ്മളായിരുന്നു, അല്ലേ മുരളി? പക്ഷെ ഇന്ന് ആ സൗഹൃദവും സ്നേഹമൊക്കെ നമ്മുടെ മക്കൾ കാരണം ഉലയാൻ തുടങ്ങിയിരിക്കുന്നു. ഇനിയും ഇതെങ്ങനെ തുടർന്നു പോയാൽ കണ്ടാൽ മിണ്ടാൻ തോന്നാത്ത വിധം നമ്മൾ അകന്നു പോയേക്കാന്നൊരു പേടി ഇപ്പം എനിക്കുണ്ട്. ഒന്നും ഞങ്ങളായിട്ടല്ലല്ലോ VP തുടങ്ങി വെച്ചത്. സമ്മതിച്ചു. ഒന്നിനും ഞാൻ മുരളിയോ അശ്വതിയോ മാളുവിനെയും ബ്ലെയിം ചെയ്യുന്നില്ല. എല്ലാം എൻ്റെ മോളുടെ, അല്ലെങ്കിൽ എൻ്റെയും ഗീതയുടെയും തെറ്റ്. അത് സമ്മതിച്ചു തരാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല മുരളി. അതിൻ്റെ നാണക്കേടും ബുദ്ധിമുട്ടുമൊക്കെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അറ്റംപ്റ്റ് ടു സൂയിസൈഡിന് ചിലപ്പോൾ അപ്പുവിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തേക്കാം. അങ്ങനെ വന്നാൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും അപമാനവും വേറെ. ഞാനിപ്പോൾ എന്തു വേണമെന്നാണ് VP പറയുന്നത്? ഞങ്ങളുടെ കൂട്ടുകൂടി ഇനി മുരളിക്കും ഫാമിലിക്കും പ്രശ്നങ്ങളുണ്ടാവരുത്. ഒന്നാമത് മാളവിൻ്റെ എൻഗേജ്മെൻ്റൊക്കെ അടുത്ത് വരികയല്ലേ. ഇനിയിപ്പോൾ അരുണിൻ്റെ വീട്ടുകാരുടെ ഇഷ്ടവും താല്പര്യമൊക്കെ ആവും മുരളിക്ക് കൺസിഡർ ചെയ്യേണ്ടി വരിക. അതിനിടയിൽ നമ്മുടെ സൗഹൃദം ഒരു ബാധ്യതയാവരുത്. അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളായി തന്നെ നമുക്ക് പിരിയാം. സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുന്നതല്ലേ അതിൻ്റെ ഭംഗി. എനിക്കറിയാം
കേൾക്കുമ്പോൾ മുരളിക്കും അശ്വതിക്കും മാളുവിനൊക്കെ സങ്കടം തോന്നുന്നു. പക്ഷേ നമ്മൾ രണ്ടു കൂട്ടരുടെയും നല്ലതിനു വേണ്ടിയാണ് നമ്മൾ ഈ തീരുമാനം എടുക്കുന്നതെന്ന് കരുതിയാൽ മതി. അപ്പുവിന്റെ കൂട്ടുകൂടി മാളുവിന്റെ ഭാവി കൂടി നശിക്കരുതല്ലോ. എന്താ മുരളി, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പോൾ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു അല്ലേ? ഓക്കെ, എല്ലാം VPയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് നമ്മൾ പിരിയുന്നത്. എന്തെങ്കിലും ആവശ്യമോ സഹായമോ വന്നാൽ പരസ്പരം ആദ്യം ഓടിയെത്തുന്ന നല്ല സുഹൃത്തുക്കൾ തന്നെയാവും നമ്മൾ ഇനി അങ്ങോട്ടും. മാളുവിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി നമ്മളിതൊരു കാരണമാക്കി എടുക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ. മാളു, വാ നമുക്ക് പോവാം. പോവാനോ? അച്ഛൻ എന്താ ഈ പറയുന്നേ? വരാനല്ലേ പറഞ്ഞത്? ഇനി നമ്മുടെ ആവശ്യം കൂടി ഇല്ല. എന്താ മുരളി, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒന്നുമില്ല ഗീത, എല്ലാം VP തന്നെ പറയും. എന്താ VP? എന്താ ഇതൊക്കെ? മാളു, നിന്നോട് വരാനല്ലേ പറഞ്ഞത്? ഇല്ല, അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാനിപ്പോ വരില്ല. അപ്പുവിനെ കണ്ടിട്ടേ ഞാൻ വരുന്നുള്ളൂ. മാളു, നീ ചുമ്മാ വാശി പിടിക്കരുത്, പറയുന്ന കേൾക്കണം. അച്ഛൻ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നേ? ഞാനിവിടെ നിൽക്കുന്നോണ്ട് എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്, അതുകൊണ്ടല്ലേ നിന്നോട് വരാൻ പറഞ്ഞത്. വാ. ഏയ് ആന്റി പ്ലീസ്, എന്നെ കൊണ്ടുപോരുതെന്ന് പറ. മുരളി, എന്താ ഇതൊക്കെ? എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? മാളു, അച്ഛൻ പറയുന്നത് കേക്ക്. മോളിനി ഇവിടെ നിൽക്കണ്ട. പറഞ്ഞത് കേട്ടില്ലേ? വാ. ആരാ മാളു? അപൂർവയ്ക്ക് മാളുവിനെ കാണണോന്ന്. മാളുവിനെ മാത്രം അകത്തേക്ക് വരാം. അധിക സമയം ഇവിടെ നിൽക്കാൻ പാടില്ല കേട്ടോ. അപ്പു, എന്തിനാ അപ്പു നീ ഇങ്ങനെ ചെയ്തത്? എന്നോട് കള്ളം പറഞ്ഞിട്ട്. പ്ലീസ് അപ്പു, നീ എന്തെങ്കിലും ഒന്ന് പറ എന്നോട്. എന്നൊന്ന് വിളിക്കപ്പു. അപ്പു, അപ്പു. കുട്ടി, മതി കണ്ടത്, ഇനി പൊയ്ക്കോളൂ. സിസ്റ്റർ, ഞാൻ കുറച്ചു നേരം കൂടി നിന്നോട്ടെ പ്ലീസ് സിസ്റ്റർ. അത് പറ്റില്ല. വിസിറ്റേഴ്സിന് അധിക സമയം ഇവിടെ നിർത്തിയ ഡോക്ടർ ഞങ്ങളെ വഴക്ക് പറയും. ഇറങ്ങിക്കോളൂ. അപ്പു, വിഷമിക്കല്ലേ, ഞാനിവിടെ തന്നെ ഉണ്ട്. മാളു, അപ്പുനെ കണ്ടോ മോളെ? അവൾ എന്തു പറഞ്ഞു?
എന്താ എൻ്റെ പ്രശ്നമെന്നാ നിന്നോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിന്നോട് മാത്രം. എൻ്റെ അറിവോ സമ്മതവും ഇല്ലാതെ മറ്റാരോടും നീ ഇത് ഷെയർ ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ പിന്നെ അപ്പം ഉണ്ടാവില്ല. പ്രോമിസ് ചെയ്യുക. എന്നോട് സത്യം ചെയ്യുക. പറയില്ല, ആരോടും പറയില്ല. മാളു ഒന്ന് പറ മോളെ. അപ്പു എന്തെങ്കിലും സംസാരിച്ചോ നിന്നോട്? ഞങ്ങളുടെ കാര്യം എന്തെങ്കിലും ചോദിച്ചോ അവള്? എന്താ മാളു, എന്താ നീ ഒന്നും മിണ്ടാത്തെ? നീ എന്തെങ്കിലും ഒന്ന് പറ മോളെ. അവളുടെ അമ്മയല്ലേ ചോദിക്കുന്നേ. ആന്റി വരൂ, എനിക്ക് ആന്റിയോട് ചിലത് പറയാനുണ്ട്. വാ ആന്റി. മാളു, എന്താ മോളെ, എന്താ നിനക്ക് ആന്റിയോട് പറയാനുള്ളത്? എന്താണെങ്കിലും മോള് തുറന്നു പറയേ. എനിക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്തൊക്കെയോ മനസ്സിലടക്കി പിടിച്ച് നടക്കുക നീ. അപ്പോ ഇതെന്തിനു ചെയ്തു എന്ന് നിനക്കറിയാം. നിനക്ക് മാത്രമേ അറിയൂ. പറയും മോളെ, എന്താ അവളുടെ പ്രശ്നം? എന്താണെങ്കിലും മോള് ധൈര്യമായിട്ട് ആന്റിയോട് പറയും. എന്നാലേ നമുക്ക് അപ്പുവിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. ആന്റി, അപ്പൂനൊരു പ്രോബ്ലം ഉണ്ട്. അത് ഒരു നിസ്സാര പ്രോബ്ലം അല്ല. കോളേജിലെ ആ സംഭവത്തിന് ശേഷം അന്ന് എന്നെയും കൂട്ടി അവള് പോയത് ഏതൊരു ഹോട്ടലിലേക്കായിരുന്നു. അന്ന് പോലീസ് ഞങ്ങളെ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ കുറച്ച് ദിവസം അവിടെ തങ്ങാൻ തന്നെയായിരുന്നു അവളുടെ പ്ലാൻ. അപ്പു കാണിക്കുന്ന അഹങ്കാരമാണെന്നും വീട്ടുകാർ നമ്മളെ ഓർത്ത് വിഷമിക്കുന്നൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റാൻ ഞാൻ കുറെ ശ്രമിച്ചു. പക്ഷെ അവൾ വഴങ്ങിയില്ല. ഒരുതരം വാശിയായിരുന്നു അവൾക്ക് എല്ലാവരോടും. അവളോട് വഴക്കിട്ട് ഞാൻ തിരിച്ചു പോരാൻ ഒരുങ്ങിയതാ. പക്ഷെ അങ്ങനെ ചെയ്താ അവള് ഇതുപോലെ എന്തെങ്കിലും ചെയ്യുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അന്ന് ആ ഹോട്ടൽ മുറിയിൽ വെച്ച അവളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത്. എന്താ മോളെ, എന്താ അവളുടെ പ്രശ്നം? ആണായി ജീവിക്കാനാണ് ആന്റി അപ്പുനിഷ്ടം. എന്ത്? എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. അതെ ആന്റി, അപ്പു ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് അവള് പറയുന്നത്. അവൾക്ക് ഒരാണായി മാറണം. ആന്റി, അതൊരു തമാശ പറഞ്ഞതാണെങ്കിലോ മോളെ. അവള് നമ്മളെയൊക്കെ പറ്റിക്കാൻ എപ്പോഴും അവള് പലതും പറയാറില്ലേ? അതുപോലൊരു തമാശയാണെങ്കിലോ? അല്ല ആന്റി, അതൊരു തമാശയല്ല. ആദ്യം ഞാനും അങ്ങനെ കരുതിയത്. ഇതുപോലൊരു കാര്യം പറഞ്ഞല്ല തമാശ കളിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവളെ കുറെ വഴക്ക് പറഞ്ഞതാ. പക്ഷെ അപ്പു പറഞ്ഞത് തമാശയായിരുന്നില്ലെന്ന് പിന്നെ എനിക്ക് ബോധ്യപ്പെട്ടു ആന്റി. കോളേജിൽ എല്ലാവരോടും അപ്പു ഒരു ആൺകുട്ടിയെ പോലെ ബിഹേവ് ചെയ്തിരുന്നത്. ബോയ്സുമായി തർക്കവും തല്ലുകൂടലും ഒക്കെ പതിവായിരുന്നു. എന്നോട്
ആരെങ്കിലും മോശമായിട്ട് പെരുമാറുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്താൽ അതവളെ വല്ലാതെ പ്രൊവോക്ക് ചെയ്തിരുന്നു. എന്നോട് അവൾ കാണിക്കുന്ന ഈ പൊസസീവ്നെസ് കൊണ്ടാവാം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കോളേജിൽ പലരും മോശമായ ഒരർത്ഥത്തിൽ കണ്ടത്. ക്യാമ്പസിൽ അങ്ങനെ ഒരു കഥ പരക്കുന്നത് അപ്പോൾ ഞാനും വളരെ വൈകി അറിഞ്ഞത്. അന്ന് അരുണിന്റെ ഫ്രണ്ട് സാംകുട്ടിയെ അപ്പോൾ ഉപദ്രവിച്ചത് അയാൾ ഞങ്ങളെ പരസ്യമായി ലെസ്ബിയൻസ് എന്ന് വിളിച്ചതുകൊണ്ടോ. പക്ഷെ ആന്റി, ഒരിക്കൽ പോലും മനസ്സിന്റെ ഒരു കോണിൽ പോലും ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാവുകയില്ല. എന്നിട്ടും എല്ലാവരും ഞങ്ങളെ അങ്ങനെ സംശയിച്ചു തുടങ്ങി. കോളേജിൽ വെച്ചുണ്ടായ ഇൻസൾട്ടിനെക്കാളും ഞങ്ങളെ രണ്ടുപേരെയും ഒരുപാട് സങ്കടപ്പെടുത്തിയത് ആരോ പറഞ്ഞറിഞ്ഞ് നിങ്ങളെല്ലാവരും ഞങ്ങളെ വല്ലാതെ അകറ്റാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോഴാ. പക്ഷെ മാളു, ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു മോളെ. അപ്പുവിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. പക്ഷെ ആരോട് ഇതൊന്നും പറയരുതെന്ന് അവള് എന്നെ കൊണ്ട് പ്രോമിസ് ചെയ്യിച്ചിരുന്നു. ഇതൊക്കെ ആന്റിയോട് തുറന്നു പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവളെ നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് ഞാൻ അത് ഇത്രയും നാളും മറച്ചു വെച്ചത്. അങ്ങനൊരു തോന്നലിൽ നിന്ന് അവളെ മാറ്റിയെടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിനുവേണ്ടി ഞങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടു. എന്നിട്ട് ബയോളജിക്കലി അപ്പനൊരു കുഴപ്പമില്ലെന്നും അവളൊരു നോർമൽ സ്ത്രീയാണെന്നും ഡോക്ടർ പറഞ്ഞു. പക്ഷെ അപ്പനും അതിനോടൊന്നും പൊരുത്തപ്പെടാനായില്ല. അങ്ങനെയാ ഞങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കാണുന്നത്. ആ ഡോക്ടർ എന്ത് പറഞ്ഞു? ആ ഡോക്ടറുടെ അഡ്വൈസ് കൊണ്ടും അപ്പൻ്റെ മനസ്സ് മാറ്റാൻ സാധിച്ചിട്ടില്ല ആന്റി. ആന്റി, നമ്മളിനി എന്ത് ചെയ്യും? സാരമില്ല മാളു, നമ്മുടെ അപ്പനൊന്നുമില്ല. അവളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം മോളെ, നമ്മുടെ പഴയ അപ്പുവായിട്ട്. അതിന് മോളെ ആന്റിയുടെ കൂടെ നിൽക്കണം. ഞാൻ എന്തിനും റെഡിയാ ആന്റി. അപ്പൻ്റെ മനസ്സൊന്നും മാറിക്കിട്ടിയാൽ മതി എനിക്ക്. മാറും, മാറ്റിയെടുക്കണം നമുക്ക്. അതുവരെ മോളിത് ആരോടും പറയരുത്. ബാ. BP എവിടെ പോയി? ഡോക്ടർ വന്നിരുന്നു. BP ഡോക്ടറായിട്ട് സംസാരിക്കാം. അപ്പൂനിപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താ? മാളു, ഇതാരാന്ന് നോക്കി.